ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ജയ്പൂരാണ്. ജയ്പൂർ ഒന്ന് കറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ബിർള മന്ദിർ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. ഈ കാണുന്നതാണ് മോട്ടി ഡുംഗ്രി ഹിൽ സ്റ്റേഷനും മോട്ടി ഡുംഗ്രി ഫോർട്ടുമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡിലാണ് ബിർള മന്ദിർ വരുന്നത്. ഇവിടെ ഇതിൻ്റെ ചുറ്റുപാടും ചെറിയ രീതിയിൽ പച്ചപ്പൊക്കെ ഉണ്ട്. പച്ചപ്പിൽ മയിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളും ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ബിർള മന്ദിറിൻ്റെ ഫ്രണ്ടിൽ നല്ല ഗാർഡനും അവിടെ നമുക്ക് ഇരിക്കാനും അതുപോലെ ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ബിർള മന്ദിറിൻ്റെ ചുറ്റുപാടൊക്കെ വളരെ മനോഹരമാണ്. നല്ല ഗാർഡനുണ്ട്. നിറച്ചും പൂക്കളാൽ നല്ല രസമായിട്ടാണ് ഇപ്പോൾ ഈ ഗാർഡനൊക്കെ നിൽക്കുന്നത്. സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ മോട്ടി ഡുംഗ്രി ഹിൽ സ്റ്റേഷനൊക്കെ കാണാനും ഒക്കെ സൗകര്യമുണ്ട്. ബിർള മന്ദിറിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പൂർ രാജാവ് ബിർള ഫാമിലിക്ക് 1 രൂപയ്ക്ക് പതിച്ചു നൽകിയ സ്ഥലമാണ് ഈ ബിർള മന്ദിർ ഇരിക്കുന്നത്. നല്ല വെള്ള മാർബിളിൽ കൊത്തിയെടുത്ത നിർമ്മിതിയാണ് ബിർള മന്ദിർ. 1988 ഇത് പണി കഴിപ്പിച്ചത്. ഭഗവാൻ വിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും വേണ്ടി നിർമ്മിച്ചതാണ് ഈ മനോഹരമായ അമ്പലം. ഇത് മോഡേൺ ആർട്ടും ട്രഡീഷണൽ ആർട്ടും ബ്ലെൻഡ് ചെയ്ത് നിർമ്മിച്ചതാണ്. ഇവിടെ തൂണുകളിലും ആർച്ചുകളിലും ഒക്കെ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങൾ ഹിന്ദു മിത്തോളജിയിലെ ദൈവങ്ങളും ദേവതകളുടെയൊക്കെയാണ്. അതുപോലെ ഇതിൻ്റെ ഫ്ലോറൊക്കെ എപ്പോഴും തുടച്ച് നല്ല വൃത്തിയാക്കി. അമ്പലത്തിൻ്റെ പരിസരത്ത് നമ്മൾ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വൃത്തിയായിട്ടാണ് അവർ ആ പരിസരം സൂക്ഷിക്കുന്നത്. പരിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് വെള്ള മാർബിളിലാണ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും നടത്തിയിരിക്കുന്നത്. ഫ്ലോറ് മുതൽ തൂണും അതിൻ്റെ ഗോപുരങ്ങളും അതിൻ്റെ ശില്പങ്ങളും എല്ലാം വെള്ള മാർബിളാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് നല്ല മിനുങ്ങിയിരിപ്പുണ്ട്. അതുപോലെ തന്നെ മാർബിൾ കാർവ് ചെയ്തും എൻഗ്രേവ് ചെയ്തും അവർ പല സ്റ്റോണുകളും അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിനകത്തെ ചിത്രപ്പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിൻ്റെയോ അതിന് വേറെ കളറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കൊത്തുപണികളൊക്കെ കണ്ട് എന്ത് രസമാണെന്ന് നോക്കി. പല പുരാണങ്ങളിലെയും ചിത്രങ്ങളാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ വേഡിങ്സൊക്കെ ഭിത്തിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തു നിന്ന് വീഡിയോ എടുക്കാനോ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനോ ഒക്കെ പെർമിഷൻ ഉണ്ട്. അകത്തോട്ട് നമുക്ക് വീഡിയോ കൊണ്ടോ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല. അകത്ത് പൂജ നടക്കും. അപ്പോൾ നമുക്ക് പൂജയിലും ഭജനയിലും ഒക്കെ പങ്കെടുക്കാനൊക്കെ പറ്റും. വളരെ പീസ്ഫുൾ അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം ഇതിൻ്റെ പരിസരത്ത് വരുമ്പോൾ പെരുമാറാൻ. മാർബിളിൻ്റെ പുറത്ത് മാർബിൾ അടുക്കി ഉണ്ടാക്കിയ ഗോപുരമാണ്. കണ്ടോ, മാർബിൾ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അമ്പലത്തിനുള്ളിൽ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കുമുള്ള പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നത് പൂജയിൽ പങ്കെടുക്കാനാണ്. ഞാൻ പുറത്തുനിന്നാണ് ഈ വീഡിയോ പകർത്തുന്നത്. പുറത്തെത്തിയപ്പോൾ പൂന്തോട്ടത്തിലെ അന്തേവാസികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്. വളരെ സന്തോഷത്തോടും ഒരുമയോടും കൂടി അവർ ഭക്ഷണം കഴിച്ച് നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ എന്ത് രസമാണ്. ജയ്പൂരിൻ്റെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.